ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കണ്ട് കാണുന്നത്. കിടന്നും മലർന്നൊക്കെയാണ് ഇപ്പോൾ സോക്സ് ഇടുന്നത്. മസിലുള്ളതുകൊണ്ടാണോ ഇരുന്ന് സോക്സ് ഇടാൻ പറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നല്ലടി, കൊടവയറുള്ളത് കൊണ്ട് കുമ്പിട്ട് നിന്ന് സോക്സ് ഇടാൻ പറ്റണില്ല എന്നാണ് കേട്ടോ. കൊടവയറൊക്കെ എന്ന് മാറും എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ കണ്ടോ നീ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താവും എന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് കുർബാനയ്ക്ക് പോകുന്നത്. ഏത് മോനെ കൊണ്ടുപോയില്ല, കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവൻ്റെ പനിയൊക്കെ ഒന്ന് മാറി ഉഷാറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി തണുപ്പടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പോരാത്തതിന് അവന് യൂറിൻ ഇൻഫെക്ഷൻ്റെ സ്റ്റാർട്ടിങ് കൂടി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മൂത്രമൊക്കെ നല്ലപോലെ മഞ്ഞയായിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇന്നും കൂടി ഫുൾ റെസ്റ്റൊക്കെ എടുക്കട്ടെ, നെക്സ്റ്റ് സൺഡേ തുടങ്ങി പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഐക്യേ പോയിട്ടോ. ഐക്യ പോയത് മെയിനായിട്ട് ഈ പിള്ളേരുടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ടുള്ളൊരു ചെറിയ വാർഡ്രോബ് തപ്പിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറേ നോക്കി, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വലിയ വാർഡ്രോബുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. പിള്ളേരുടെ ഡ്രസ്സ് മാത്രം വെക്കാനാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി അവരുടെ ഡ്രസ്സ് ഒരു ബാഗിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇവരൊക്കെ വലിച്ചു വാരിയിടാം താഴെ വെച്ചേക്കണ കാരണം. അങ്ങനെ നമ്മൾ വാർഡ്രോബ് തപ്പിയതിന് ശേഷം കിട്ടിയില്ല. അപ്പം നമ്മൾ നേരെ ഇറങ്ങിയിട്ട് കാരിഫോറിൽ കയറിയിട്ടു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഇവർക്ക് ടോയ്സും വാങ്ങും. ഇവരുടെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുപോയാൽ മതി. പക്ഷെ ചാച്ചനാണ് ആദ്യം ഇപ്പോൾ പോണത്. ഏതാ വേണ്ടി വെറൈറ്റി സാധനം വാങ്ങാം, എവിടെ ഉള്ളത് വേണ്ട വെറൈറ്റി വാങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ടോയ്സും വാങ്ങി. ആസ് യൂഷ്വൽ ഞാനും ഒരു ചെരുപ്പ് നോക്കി. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് നോക്കലുണ്ട്, പക്ഷെ കിട്ടൂല, എൻ്റെ സൈസിനുള്ളതൊന്നും കിട്ടൂല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. 2 കാർ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഒരേപോലത്തെയാണ്, കളറ് മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടണ രംഗമാണ് ഇത്. ഈ ചേട്ടനിത് കൊടുത്തു കഴിയുമ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. കാരണം റെഡ് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ റെഡ് കൊടുത്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ യെല്ലോ വേണമെന്ന് പറയും, യെല്ലോ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ റെഡ് വേണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു വമ്പൻ അടിയാണ്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. അങ്ങനെ അടിയൊന്നും ഉണ്ടായില്ല. കൊച്ചിന് കൊടുത്തത് കൊച്ചു വാങ്ങിയിട്ട് അങ്ങ് പോയിട്ടോ. ഇവർക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഒന്നല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുക എക്സ്ചേഞ്ച് ചെയ്യും. ആ ഒരു എക്സ്ചേഞ്ച് മേള ഇവരുടെ ലൈഫിൽ ഇതുവരേക്കും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ആ ഒരു സമയത്ത് മാത്രം ഇവർ അടി ഉണ്ടാക്കാറില്ല, ചില സമയത്ത് അടി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഏതമോനും ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡോണുവിനും സെയിം ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതമോൻ ഭയങ്കര ഹാപ്പിയായേ. പിന്നെ പിള്ളേർക്ക് എന്ത് യാചം വാങ്ങിക്കഴിഞ്ഞാലും അത് കറക്റ്റ് സൈസായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സൈസ് നോക്കി വാങ്ങുമ്പോൾ ചാച്ചൻ പറയും ഇതാണ് കൊച്ചിൻ്റെ കറക്റ്റ് സൈസ് എന്ന്. അതേപോലെ വാങ്ങിയതാണ് കേട്ടോ ഏതപ്പൻ്റെ ചെരുപ്പ്, കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.